സിനിമയുടെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കരുതൽ. വളരെ മനോഹരമായിട്ടുള്ളൊരു പേരാണ്. എന്തൊക്കെ അതിനകത്തുണ്ട് അതൊക്കെ തോന്നിയിട്ടുണ്ട്. പല സിനിമകളും ഇപ്പോൾ ഒന്നുമില്ലാതെ തന്നെ ഓടുന്നൊരു കാലഘട്ടമാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഗംഭീരമാവും. അതാണ് ഈ കരുതൽ. ഷൈലുക്കാണെന്ന ഒരുപാട് വർഷത്തെ എൻ്റെ സുഹൃത്താണ്. ഷൈലിനെ കുറിച്ച് ചേച്ചി പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വൈൽഡ് ഫോട്ടോഗ്രാഫർ തന്നെ ഫോട്ടോസ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ അയാൾ എന്താണെന്നുള്ളത്. ചിന്തിക്കാൻ പോലും പറ്റാത്ത, നമുക്കൊന്നും ഇതെങ്ങനെ എടുത്തു എന്ന് ഞാൻ പലപ്പോഴും ഷൈലിനോട് ചോദിച്ചിട്ടുണ്ട്. അതിന് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഇരുന്നോടത്ത് തന്നെ എത്ര ദിവസം ഇരുന്നിട്ടൊക്കെ ചില ഫോട്ടോസൊക്കെ എടുത്തേക്കുന്നത് ഭയങ്കരമാണ്. അതൊരു ഇതിൽ രണ്ട് പാട്ട് എഴുതുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു സന്തോഷം. ഇങ്ങനെ ഒരു വിവേകമുണ്ടോ? കഴിവുണ്ടെന്ന് എനിക്കറിയാം, എഴുതാനായിട്ട്. കാരണം ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട്, ഇല്ലേ? കുറച്ച് എഴുതിയിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി എഴുതണമെങ്കിൽ വേറൊരു മീറ്ററാണ്. അത് കഥയ്ക്കാണ്, എല്ലാം തന്നെയാണ്. പക്ഷെ അതെനിക്ക് വളരെ സന്തോഷം തന്നെ. പിന്നെ ആതൊരു സേവനങ്ങൾക്ക് പരസ്പര സഹായങ്ങൾ ചെയ്യാൻ ഒരു സംഘടന തന്നെ ഉണ്ട്. എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു സംഘം ആൾക്കാരുടെ കൂടെയാണ് സൈജുവിൻ്റെ യാത്ര. നല്ല കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കാനുള്ള നല്ല മനസ്സ് ശൈലിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് എന്നെ സൈജുവാണ് ഈ പരിപാടിക്ക് വിളിക്കുന്നത്. എന്നെ ആരും വിളിച്ചാലും നല്ല കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ കയ്യിൽ നിന്ന് വിളിച്ചു വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരും. പക്ഷെ കുറച്ച് ചിലപ്പോൾ ലേറ്റാകും. കാരണം കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുറച്ച് നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ വീട്ടിൽ കേൾക്കണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, 4 മണിക്ക് ഇരുന്ന് 4 മണിക്ക് പിന്നെ കുറച്ച് ബ്ലോക്കാക്കി. നമ്മുടെ നാട്ടിൽ പുരോഗമനം നടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ബ്ലോക്കാണ്. അതെല്ലാം നമ്മൾ കാണുന്നതാണ്. എപ്പോൾ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒന്ന് തൃശ്ശൂർ വരെ പോകണമെങ്കിൽ വളരെ നേരത്തെ ഇറങ്ങാൻ പറ്റിയ തൃശ്ശൂർ സമയത്ത് എത്താൻ പറ്റുള്ളൂ. ബ്ലോക്കെല്ലാം മനസ്സിലാക്കിയിട്ടാണ്. അപ്പം അതാണ് നമ്മൾ ഈ പറയുന്ന കരുതൽ എന്ന് പറയുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രശാന്ത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അഭിനയത്തിൽ ഒരു കള്ളത്തരം കാണിക്കാത്ത ഒരു ചെയ്ത വേഷങ്ങളെല്ലാം പല വേഷങ്ങളും ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചറാണ് പുള്ളിയുടെ രൂപത്തിലുള്ളത്. ഗംഭീരമായിട്ടാണ് എല്ലാ വേഷങ്ങളും ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടേക്കണം ആദ്യമായിട്ടാണ് ഞങ്ങൾ കണ്ട സാധ്യത. ഇപ്പം ഞാൻ പലരോടും ഇങ്ങനെ പറയാമെന്നിടത്തൊക്കെ ഇതിനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ അഭിനയിച്ച പടങ്ങൾ, ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിലൊക്കെ നമ്മൾ ഡിസ്കഷൻ വരാമെന്നൊക്കെ പറയും. കഥ പറയാമെന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പകുതി മാർക്ക് ആ ക്യാരക്ടറിൻ്റെ ഫേസിൽ തന്നെ ഉണ്ട്, ബാക്കി പകുതി അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെ ഏതൊക്കെ ഒന്നിങ്ങനെ പ്രസാദനം അന്വേഷിക്കുന്നുണ്ട്, അതുകൂടി പറയാം. എന്തായാലും അങ്ങനെ ആരും കരുതൽ ഇപ്പം വേണ്ട, പറയാൻ പറ്റില്ല, സിനിമയാണ്. അതുപോലെ ഇത് ഡയറക്ടർ ഞാൻ ബന്ധപ്പെട്ടു. വേണിയൊക്കെ ഞാനൊക്കെ എത്രയോ വർഷമായിട്ട് പള്ളിയിലൊക്കെ കൊയർ പാടുന്ന കൂട്ടുന്ന സമയത്ത് ഞാനും തബല വായിക്കാനും ബോക്സ് വായിക്കാനും ഒക്കെ വേണിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് പാടുന്നു. അതൊരു ചേച്ചി എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനിക്കാവുന്ന, വളരെ ഇഷ്ടമുള്ള, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു MLA എന്നൊന്നും പറയാൻ പറ്റില്ല, ചേച്ചിയാണ്. എന്ത് കാര്യത്തിലും എപ്പോഴും ചേച്ചിയുണ്ട്, എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ചേച്ചി മുമ്പതിലുണ്ടാകും. വലിയൊരു അപകടം ഉണ്ടായിട്ട് ഒരു ഈശ്വരപ്പാദത്തിൽ ഇപ്പോൾ വരണ്ട, സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. എന്തായാലും ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു പേരിൽ തന്നെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇതിന് ആദ്യം വേണ്ടത് പ്രൊമോഷനാണ്. ആ പ്രൊമോഷൻ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ ഏത് സിനിമയും ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. 1 കോടി രൂപ വെച്ചിട്ടൊരു സിനിമ ചെയ്താലും 100 കോടി രൂപ വെച്ചിട്ട് ഒരു സിനിമ ചെയ്താലും പ്രൊമോഷൻ ഇല്ലാതെ നമുക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഡയറക്ടർക്കും ക്യാമറമാനും അഭിനയിച്ചവർക്കും ബാക്കി എല്ലാവർക്കും അതിൻ്റെ എല്ലാ ശക്തിയും
ഈശ്വരൻ തരട്ടെ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്നാൽ ഇതൊരു നല്ല സിനിമയ്ക്ക് മാറാൻ പറ്റും, മാറ്റിയെടുക്കാനും പറ്റും. ഈ സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.